ടീച്ചറിന്റെ പേര് കൃത്യമായിട്ട് അടിക്കുക. നമുക്ക് ഏത് യൂസർ ഐ ഡി ആണോ, യൂസർ നെയിം നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അത് ക്യാപിറ്റൽ ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ആവശ്യമുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷരങ്ങൾ അടിക്കുന്നത്. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡും പക്ക കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, തെറ്റില്ലാതെ. അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇവിടെ പാസ്വേഡും കൊടുക്കുക. അതേപോലെ തന്നെ ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്ത് താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 4ാം ക്ലാസ്സിന്റെ ആണെങ്കിൽ 4ാം ക്ലാസ് സെലക്ട് ചെയ്തു. തുടർന്ന് താഴെ സബ്ജക്റ്റും ചാപ്റ്ററും ചോദിക്കുന്നുണ്ട്. 2ാമത്തെ ഓപ്ഷൻ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ EVS ആണ് വേണ്ടതെങ്കിൽ EVS സെലക്ട് ചെയ്യുന്നു. അതിന് തൊട്ട് താഴെ ഒരു കാര്യം പറയട്ടെ. ചാപ്റ്റർ കൊടുക്കുക. ഹലോ യെസ് ഹലോ പറഞ്ഞോളൂ. രൂപേഷ് മാഷ് വിളിച്ചിരുന്നു. നമ്മുടെ രൂപേഷ് മാഷ് വിളിച്ചിരുന്നു. അപ്പൊ അവര് ജിയോജിബ്രയിൽ നല്ല എക്സ്പേർട്ട് ആണ്. അവരെ ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അവരെ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ അവര് പുറത്താണ്. അപ്പൊ ഒരു ഉച്ചയ്ക്ക് ശേഷം മൂപ്പർ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മുതൽ അങ്ങോട്ട് മൂപ്പര നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരുവിധം ടീച്ചേഴ്സ് ഒക്കെ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2:30 നമുക്ക് ഇപ്പൊ നമ്മള് ഇതോടുകൂടെ ക്ലോസ് ചെയ്തിട്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് 2:30 ഇതേ ലിങ്ക് കയറുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3:30 വരെയോ 4 മണി വരെ സൗകര്യം പോലെ എന്ത് ചെയ്യാം, അത് ജിയോജിബ്ര നന്നായിട്ടൊന്ന് പഠിക്കാൻ പറ്റും. ജിയോജിബ്ര പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നേരം തന്നെ നമുക്ക് മാത്സ് തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് റൗണ്ട് വരച്ച് ക്ലാസ് എടുക്കലും അതേപോലെ ടൈപ്പ് ചെയ്യലും ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ വാട്സപ്പിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നേരം കുറെ പരിമിതി ഇല്ലേ, അതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അത് പഠിച്ചെടുക്കുന്നത് എത്രയോ ഉപകാരപ്പെടും എന്നതാണ്. അതായത് ഞാൻ അങ്ങനെ ഏറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ. ടീച്ചേഴ്സ് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഒരു 10 എല്ലാരും തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് പരമാവധി എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് വരിക ഒരു 50 പേരെങ്കിലും ഉണ്ടാവണം എന്നറിയാം. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് തരികയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സാറ് വരുന്നത്. അപ്പോൾ 2:30 നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ ടീച്ചേഴ്സ്? റെഡിയാണ്. ഓക്കെ, യെസ് എല്ലാരും ഉണ്ടാവണം കേട്ടോ. ശരി, നമുക്ക് സമഗ്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു 12:15 വരെ പോയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 12 മണിക്ക് തന്നെ നിർത്താം. എന്നാ പിന്നെ അതമാശ അത്ര പെട്ടെന്ന് ഇപ്പം ബാങ്ക് കൊടുത്ത് കുറച്ച് നേരത്തെ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലെ നമുക്ക് 12:30 വരെയൊക്കെ പോകാൻ പറ്റിയായിരുന്നു. അപ്പൊ അത് ഒരുങ്ങി പിടിച്ചിട്ട് പോകണമെങ്കിലുള്ളൊരു വിഷയമാണ്. ഇപ്പൊ നമുക്ക് 12 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 മണിക്കോ അല്ലെങ്കിൽ 2:30 സാറ് കയറും. അപ്പൊ അതിന് മുമ്പ് കുറച്ച് വേണമെങ്കിൽ 2 മണിക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, സമഗ്രന്റെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാല് ആയിരിക്കും നന്നാവും. എന്നാ പിന്നെ ഒരു പെട്ടെന്ന് അറിബറിയായിട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ, അതായിരിക്കും നന്നാവും അല്ലേ? ശരി, കട്ട് ചെയ്തു. അപ്പൊ നമ്മളിവിടെ ക്ലാസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ 4th സ്റ്റാൻഡേർഡ് ആണ് സെലക്ട് ചെയ്തത്. അതിൽ EVS സബ്ജക്ട് സെലക്ട് ചെയ്തു. EVSലെ 4ാം ക്ലാസ്സിലെ 12 ചാപ്റ്ററുകൾ കാണിക്കുന്നുണ്ട്. അതിൽ 1ാമത് വയലും വനവും എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ LOs ആണ്, ലേണിംഗ് ഔട്ട്കംസ്. ഇവിടെ കുറെ ഇവിടെ വന്നിട്ടുണ്ട്. ഇടത് ഭാഗത്ത് 7 എണ്ണം ഇവിടെ കാണുന്നുണ്ട്. അതിൽ 1 ഇവിടെ സെലക്ട് ചെയ്തു. ഓരോ LOക്കും സെപ്പറേറ്റ് ടീച്ച്മെന്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വന്നു, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നു ജീവികളുടെ വാസസ്ഥലം. അതിന്റെ ആ ഒരു പേരിന് മുകളിൽ ഇവിടെ ആ സെന്റൻസിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വയലും വനവും എന്ന് പറയുന്ന ആ ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. അതിന് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇതിപ്പോ ഇതില് വന്നിട്ടുള്ള ഒരു ടീച്ച്മെന്റാണ്. ഇത് നമുക്ക് നമ്മുടേതായ ഒരു ടീച്ച്മെന്റാക്കി മാറ്റണം. അതിന് ഇങ്ങനെ കാണുന്നതിൽ നിന്ന് താഴേക്ക് വന്നിട്ട്
ഇവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കണ്ടില്ലേ? കസ്റ്റമൈസ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ യെല്ലോ 1-ലാണ് ടിക്ക് ഇട്ടത്. നമുക്കത് ഒരു 3 വേണമെങ്കിൽ 3 ടിക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് അതിന്റെ യൂണിറ്റ് പ്ലാന്റെ നെയിം ചോദിക്കുന്നുണ്ട്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമട്ട് കൊണ്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാം. കണ്ടില്ലേ? ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആക്ടിവിറ്റികൾ ചോദിക്കുന്നുണ്ട്, റിസോഴ്സസ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനോ അതല്ല ഇനി ഇതിൽ പ്രൊഡക്റ്റുകളായി ചോദിക്കുന്നു. ഇവിടെ ഐഡിയകൾ കുറേ ഐഡിയകളുണ്ട്. അതിൽ അവസാനത്തെ നമുക്ക് ആവശ്യമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ അത് ഒഴിവാക്കാവുന്നതാണ്, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. കഴിഞ്ഞില്ലേ? അങ്ങനെ അവസാനം താഴേക്ക് പോയിട്ട് ആവശ്യമുള്ള എഡിറ്റിംഗ്സ് എല്ലാത്തിലും നമുക്ക് വ്യത്യാസം വരുത്താം. അവസാനം സേവ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നമുക്കതൊന്ന് 7ാം ക്ലാസ്സിന്റെ വേറെ ഒന്ന് എടുക്കാം. 7ാം ക്ലാസ്സിന്റെ മലയാളം എടുത്തു. ഓർമ്മയുടെ ചാനൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം സെലക്ട് ചെയ്തു. ഇവിടെയൊക്കെ വേണ്ട ആവശ്യമുള്ള എഡിറ്റിങ്സ് ഒക്കെ നടത്താം. അതിനുശേഷം അവസാനം സേവ് കൊടുക്കുക. ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ചു വരുന്നു. കസ്റ്റം കൂട്ടു. തുടർന്ന് നമുക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ്സ് നടത്തിയതിനു ശേഷം ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്യുക, അല്ലാത്ത ഒഴിവാക്കിയതിനു ശേഷം അവസാനം താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് നമ്മുടേതായ ടീച്ച്മെന്റായിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് താഴേക്ക്, ആ പേജ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൈ പ്ലാൻ എന്നുള്ളൊരു പുതിയൊരു ഹെഡിങ് അവിടെ കാണാം. ഉണ്ടല്ലേ? നമ്മൾ ചെയ്തു വെച്ച ആ ടീച്ച്മെന്റ് ഇവിടെ വന്നു. അതിന്റെ മുകളിൽ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് ഇനി ഇതിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റിസോഴ്സ് നമുക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപൊന്ന് പറയാം, നേരത്തെ പറഞ്ഞിരുന്നു PDF ആയിട്ട് എങ്ങനെയാണ് ഇത് സേവ് ചെയ്യുക എന്ന്. PDF ആയിട്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വരെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനിവിടെ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇങ്ങോട്ട് കാണിക്കാം. ഇവിടെ നമ്മൾ ചെയ്തു വെച്ച ടീച്ചിങ് മാനുവലിന്റെ ഇവിടെ മുകൾ ഭാഗത്ത് പ്രിന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അതൊന്ന് കഴിഞ്ഞിട്ട് പറയാം. ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ താഴേക്ക് വന്നപ്പോൾ ക്ഷമിക്കണം അത് ബേക്കടിച്ചു പോയി. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. അത് നേരെ റൈറ്റ് സൈഡിൽ മൈക്രോ പ്ലാൻ എന്ന് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് HMന് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇതാണ് ഇതാണ്ടല്ലേ, സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നിവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ടീച്ചിങ് മാനുവൽ HMന് അപ്രൂവലിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ട് അപ്രൂവൽ പെൻഡിങ് എന്ന് കാണുന്നുണ്ട്. അതിന് HM നമുക്ക് അപ്രൂവൽ നൽകിയാലേ ഈ ടീച്ചിങ് മാനുവലിലൂടെ അപ്രൂവൽ എന്ന് കാണിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അതിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കുറച്ച്
കുറച്ച് റിസോഴ്സുകൾ ആഡ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അവിടെ ഞാനൊരു പെൻ ചിഹ്നം കണ്ടിട്ട് എഡിറ്റ് ബട്ടൺ കണ്ടിരുന്നത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ആ നമ്മൾ ചെയ്തു വെച്ച ടീച്ചിങ് മെയിനിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം റൈറ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോസ് 5 വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിതിൽ അവൈലബിൾ ആണ്. 5 വീഡിയോസ് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഓഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 ഗാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇമേജസ് ഒന്നുമില്ല. ഇതിൽ നിന്നൊരു വീഡിയോയും ഒരു ഓഡിയോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടീച്ചിങ് മെയിനിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് നോക്കുന്നത്. ഇവിടെ റിസോഴ്സസ് എന്ന് കാണുന്ന നമ്മുടെ ടീച്ചിങ് മെയിൻ ഇപ്പോൾ ബ്ലാങ്ക് ആണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിലെ ആദ്യത്തെ ഈ വീഡിയോ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ടീച്ചിങ് മെയിനിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അതിന് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഇവിടെ ആഡ് സൈഡിലായിട്ട് ആഡ് എന്നൊരു പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാവ്യാലാപനം എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ റിസോഴ്സിലേക്ക് വന്നു. കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ആഡ് ചെയ്യണം. അതിന് ഇവിടെ ഒന്നുകൂടി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ MP3 കൂടി ഇതിലേക്ക് വന്നു. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് താഴെ അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ നമ്മൾ ചെയ്ത് വെച്ച് നമ്മുടെ ടീച്ചിങ് മാനിലേക്ക് ഈ ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പും ആയിട്ട് കാണാം. ഇതിന്റെ ഒരു നമ്മളിപ്പം പറയുന്നതിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള ചെറിയൊരു വീഡിയോ വൈകുന്നേരത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഭയത്തോടു കൂടി കാണേണ്ടതില്ല. ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുക എന്നത് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു PDF ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ വേണ്ടി. ഇവിടെ നേരത്തെ ചെയ്തതിന്റെ നേരെ മൈക്രോ പ്ലാൻ എന്ന് കാണാം. ഇവിടെ കണ്ടു പ്രിന്റ് ഓപ്ഷൻ കണ്ടു. ഇത് വീണ്ടും വേറെ പേജിലേക്കാണ് പോകുന്നത്. ബഷീർ സാർ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുന്ന സമയത്തും ഇതുവരെ ചെയ്തപ്പോൾ ഇല്ലാത്തൊരു പേജാണ് ഇപ്പം വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ വേറെ രൂപത്തിലാണ് വരുന്നത് എന്നതുകൊണ്ടാണ്. സോറി, പേജ് മാറിയെങ്കിലും ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് മൈക്രോ പ്ലാൻ ായി പോയതാണ്. ഓക്കെ, ഇവിടെ പ്രിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു. അവിടെ നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ ടീച്ചിങ് മാനുവൽ ഇവിടെ സൈഡിൽ കാണാം. നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പൊ ചോദിക്കുന്നത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പേര് ഇവിടെ കൊടുക്കുന്നു. TD7 എന്നിവിടെ കൊടുക്കുന്നു. ശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ നമുക്കത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ആ ടീച്ചിങ് മാനുവൽ ഇവിടെ സേവ് ആയിട്ട് കാണാം. STD എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ടീച്ചിങ് മാനുവൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര എളുപ്പമാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ നമ്മൾ എടുത്തിട്ട് PDF ആക്കി ആ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ PDF ആക്കി സേവ് ചെയ്ത് വെച്ചു. HM അപ്രൂവലിന് വേണ്ടി അയച്ചു കൊടുത്തു.
ഈ സേവ് ചെയ്ത ഈ PDF ഫയല് ഓഫ്ലൈൻ ആയിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് അവസാനമായി കാണാനുള്ളത് HM എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ ഒരു ടീച്ചിങ് മാനുവൽ എടുത്തു, ആ ടീച്ചിങ് മാനുവൽ കസ്റ്റമൈസ് ചെയ്തു, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു, സേവ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഒരു PDF ആയിട്ട് ഓഫ്ലൈനായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് PDF ആയിട്ട് കൂടി നമ്മളത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സമഗ്രയിൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പേഴ്സണലായി നമ്മൾ കയറുന്നതുകൊണ്ട് പിന്നെ HM's ലോഗിനിൽ കയറിയിട്ട് അപ്രൂവൽ ചെയ്യുന്നതുകൊണ്ട്. ബഷീർ സാറേ, ഓക്കെ, പറഞ്ഞോളൂ. HM's ലോഗിനില് നമ്മൾ അപ്രൂവൽ കൊടുക്കുന്നതിൽ കാണിക്കണോ? അല്ല, എന്ത് ചെയ്യാറിയോ, ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അല്ല, ഇപ്പൊ 12 മണിയായില്ലേ, ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു അരമണിക്കൂറൂടെ പറയാനുണ്ടോ സംഭവം സമഗ്രയില്? ഉണ്ടോ? അത് പക്ഷേ ഒരു അരമണിക്കൂർ ക്ലാസ് 15 മിനിറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ക്ലോസ് ചെയ്തിട്ട് ഒരു 2:15 നമുക്ക് വിശദീകരിക്കാൻ അത്രയും വിശദീകരിക്കാം. ഇപ്പൊ ആവശ്യമുള്ള മാത്രം അങ്ങനെയാണെങ്കിലേ, അങ്ങനെയല്ല, ആൾക്കാർക്ക് 2:15 തുടങ്ങിയിട്ട് ആൾക്കാർ കയറി വരികയും ചെയ്യും. 2:30 നമ്മള് അടുത്ത മീറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാല് 2:30 തന്നെ അന്നേരം സാറിനെ 2:15 നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ആൾക്കാരെല്ലാം കൂടെ 2:30 ആകുമ്പോ എന്തായാലും എല്ലാവരും കയറുമല്ലോ. അപ്പം അപ്പോഴേക്ക് സാറും വരികയും ചെയ്യും. അതുവരെ ഇതൊന്ന് ബാക്കി വിശദീകരിക്കുകയും ചെയ്യാം. ആയിരിക്കില്ല നന്നാവാ. 2:15 സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നോക്കാം. 2:15 നമുക്ക് സമഗ്രയിൽ അങ്ങ് തുടങ്ങാം. അപ്പോഴേക്ക് എന്ത് ചെയ്യും, 2:30 കാമണിക്കൂർ പറയുമ്പോഴേക്കും മറ്റേ സാറും എത്തും. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് VR-ല് AR-ല് കറക്റ്റ് ഫിക്സ് ആവാത്തൊരു പ്രശ്നം എന്തായിരുന്നു അറിയോ? ഞാൻ എടുത്ത സർഫേസ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരുന്നു. ഒരു കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള സർഫേസിൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് സ്കാൻ ആവും. ഇപ്പൊ ഞാനിപ്പോ മുറ്റത്ത് പോയിട്ട് ചെയ്തു നോക്കിയ സമയത്ത് കറക്റ്റായി ഫിക്സ് ആയി. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വെറും വൈറ്റ് സ്ഥലത്തൊന്നും അത് ഉണ്ടാവില്ല, സ്കാൻ ആവില്ല. കുറച്ചൊരു ഗ്രിപ്പ് ഇത് നോയ്സി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യൂ, അത് കറക്റ്റ് ഫിക്സ് ആവും എന്നുള്ളതാണ്. ഓക്കെ, എന്നാ ശരി, നമ്മൾ ക്ലോസ് ചെയ്യാം. എന്നിട്ട് 2:15 എല്ലാവരും ഇതേ ലിങ്കിൽ തന്നെ കയറുക, ആരും വിട്ടുപോകരുത്. ക്ലോസ് ചെയ്യട്ടെ. ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ ബാക്കി വിശദീകരിക്കാം. ഓക്കെ, ക്ലോസ് ചെയ്തു.